ഇപ്പോൾ IPOയുടെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും IPOയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലുലു മാൾ വന്നതിന് ശേഷം മലയാളീസ് എല്ലാവരും IPOനെ പറ്റി കൂടുതൽ ചിന്തിക്കാനും അതിനെപ്പറ്റി അറിയാനും അത് മേടിക്കാനും അതിൻ്റെ ലാഭങ്ങൾ അറിയാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരോ ഷെയർ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ബാങ്കിൽ FD ഇടുന്നതോ ഇനി അതല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കുവാണെങ്കിലോ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് IPOയിൽ ഒരുപാട് ലാഭം തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളീസ് കൂടുതലായിട്ട് ഇപ്പോൾ IPO വാങ്ങിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 2025 വളരെ ചെറിയ വിലയ്ക്ക് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന IPO കമ്പനീസിനെ പറ്റിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം. ഒന്നാമത്തത് അംബാനിയുടെ ജിയോയുടെ IPOയെ കുറിച്ചാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ലാഭം നമുക്ക് അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തത് സെപ്റ്റോ ആണ്. ഈ സെപ്റ്റോ എന്ന് പറയുന്നത് ഒരു ഡെലിവറി ആപ്പാണ്. ഇതിനകത്ത് കൂടുതലും ഗ്രോസറി ഐറ്റംസും വെജിറ്റബിൾസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിപ്പോൾ അൺലിസ്റ്റഡ് ഷെയർസിലാണ് കിടക്കുന്നത്. ലിസ്റ്റഡിലോട്ട് വരുമ്പോൾ അത് വാങ്ങിക്കുക. അപ്പോൾ അതിലൂടെ അത്യാവശ്യം ലാഭം ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ഫ്ലിപ്കാർട്ടാണ്. ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മലയാളികളെല്ലാവരും ഓരോ ദിവസവും നിരന്തരം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലിപ്കാർട്ടിലൂടെ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഷെയർസ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനകത്തൂടെ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് HDB ഫിനാൻഷ്യൽ സർവീസ്. അത് ഒരു ബാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് അത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം. അപ്പോൾ ഇതിൻ്റെ ഷെയർസ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ബോട്ടാണ്. ഇന്ത്യൻ വംശജനായ സമീർ ഗുപ്തയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ്സെറ്റും സ്പീക്കറും ഒക്കെ ബോട്ടിൻ്റെ കമ്പനി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ബോട്ടിൻ്റെ ആണോ അത് നല്ലതാണ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ബോട്ടിൻ്റെ ഷെയർസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ടും ഇപ്പോൾ ട്രംപ് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും ഭയങ്കര എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ലാഭം ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ബോട്ട് വാങ്ങിച്ചോളുക. ഇത് LG ആണ്. ഒരു സൗത്ത് കൊറിയൻ കമ്പനിയാണ് LG. നമ്മുടെ എല്ലാം വീട്ടിൽ മിക്കവാറും മലയാളീസ് എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജ്, TV, മൊബൈൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് LGയുടേത്. അപ്പോൾ LGയുടെ ഷെയർസ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ഏത്തർ, പൈൻ ലാബ്സ്, ഷാഡോ ഫാക്ട്സ്, കാർദേക്കോ ഇതിൻ്റെയൊക്കെ ഷെയർസ് വാങ്ങിക്കുന്നതാണ് നല്ലതായിരിക്കും. നമുക്ക് ഒരുപാട് ലാഭം അതിനകത്തൂടെ ഉണ്ടാക്കാൻ പറ്റും.